നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ 40ാം വാർഷിക മഹാസമ്മേളനം 15-ന് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ആശാവർക്കർമാരെ സേവന മികവിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ജീവനക്കാരായി കണക്കാക്കണമെന്ന കേരള പ്രദേശ് ആശാവർക്കേഴ്സ് ജില്ലാ കൺവെൻഷൻ. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. കണ്ണൂർ കേളകത്തെ വിത്തുത്സവം. വിത്തുസ്വരാജ് യാത്ര കാഞ്ഞങ്ങാട്ട് നിന്നും പുറപ്പെട്ടു. ജില്ലാ ശരീര സൗന്ദര്യ മത്സരം ഹനുമാൻ ജിംനേഷ്യം ജേതാക്കൾ. മധുരമ്പാടി മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ടത്തിനൊരുങ്ങി. ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് 40ാം വാർഷിക മഹാസമ്മേളനം 15 മുതൽ തുടങ്ങും. വൈവിധ്യമാർന്ന സാമൂഹ്യ സാംസ്കാരിക സേവന പ്രവർത്തനങ്ങൾക്കാണ് ജമാഅത്ത് നേതൃത്വം നൽകുന്നത്. സംയുക്ത ജമാഅത്തിന്റെ 40ാം വാർഷിക മഹാസമ്മേളന ഉദ്ഘാടനം 15-ന് രാവിലെ 10 മണിക്ക് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ MP അബ്ദുൾ സമദ് സമദാനി മുഖ്യപ്രഭാഷണം നടത്തും. P കരുണാകരൻ MP ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. 16-ന് വൈകിട്ട് 4 മണിക്ക് മംഗല്യനിധി വിതരണ സമ്മേളനം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ പ്രഭാഷണം നടത്തും. 17-ന് നടക്കുന്ന മഹല്ല് സംഗമം ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. പേജാവർ മഠാധിപതി ശ്രീ 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 വിശ്വേശ്വര തീർത്ഥ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ സെമിനാർ, കാരുണ്യ സമ്മേളനം, പ്രവാസി സംഗമം തുടങ്ങിയ പരിപാടികളും നടക്കും. 18-ന് സമാപന സമ്മേളനം E അഹമ്മദ് MP ഉദ്ഘാടനം ചെയ്യും. സംയുക്ത ജമാഅത്തിന്റെ 40ാം വാർഷികം ജനുവരി 8-ന് തുടങ്ങിക്കഴിഞ്ഞ് 8, 15, 16, 17, 18 4 ദിവസങ്ങളായിട്ടാണ് ഞങ്ങളുടെ പരിപാടി. ആ പരിപാടി അനുബന്ധിച്ച് പല പ്രോഗ്രാമുകളുണ്ട്. പല ഉന്നതമായ രാഷ്ട്രീയ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, മറ്റ് സാമൂഹിക മേഖലയിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. ജമാഅത്ത് വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായി ഭൂദാന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. 71 മഹല്ലുകളിലെ 71 കുടുംബങ്ങൾക്ക് 5 സെന്റ് വീതമാണ് ഭൂമി നൽകുന്നത്. ഏതാനും സഹോദര സമുദായ അംഗങ്ങൾക്കും ഭൂമി ലഭ്യമാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പല സംഘടനകളും ഇപ്പോൾ വീടുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ബൈത്തുർ റഹ്മ പോലുള്ള പ്രസ്ഥാനങ്ങൾ, അതേപോലെ പഞ്ചായത്ത് നഗരസഭാ ഭരണ സംവിധാനങ്ങൾ, ഇന്ദിരാ ആവാസ് യോജന, മൈനോറിറ്റി ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ഇവരൊക്കെ വിധവകൾക്കും അതുപോലെ പാവങ്ങൾക്കൊക്കെ ആയിട്ട് വീടുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ വീടുകൾ കിട്ടണമെങ്കിൽ അതിൻ്റെ മാനദണ്ഡം 3 സെന്റെങ്കിലും ഭൂമിയുടെ ഉടമ ആയിരിക്കണം എന്നുള്ളതാണ്. ആ ഉടമസ്ഥത ഇല്ലാത്ത എത്രയോ കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ അത്തരം കുടുംബങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഞങ്ങളിപ്പോൾ ഈ ഭൂദാന പദ്ധതി മറ്റന്നാളത്തെ നമ്മുടെ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോഴത്തെ ലക്ഷ്യം 71 അംഗ മഹല്ലുകളിലെ 71 ആളുകൾക്ക് ഉൾപ്പെടെ ഏതാനും ഇതര സഹോദര സമുദായങ്ങളിലെ കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി ഈ വർഷം ഒരു 80 ആളുകൾക്കെങ്കിലും ഈ ഭൂമി ദാനം ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംയുക്ത ജമാഅത്ത് ചെയർമാൻ മെട്രോ മുഹമ്മദ് ഹാജി, ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത്, ട്രഷറർ C കുഞ്ഞാമദ് പാലക്കി, വൈസ് പ്രസിഡന്റുമാരായ P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, M മൊയ്തു മൗലവി, മുബാറക് അസൈനാർ ഹാജി, ഖാലിദ് പാറപ്പള്ളി, സെക്രട്ടറിമാരായ ബഷീർ അറങ്ങാടി, KU ദാവൂദ്, ജാദിയിൽ ഹസൈനാർ, ഷെരീഫ് എഞ്ചിനീയർ, പ്രചാരണ കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് കുഞ്ഞി, ഫിനാൻസ് കമ്മിറ്റി കൺവീനർ അബ്ദുൾ റഹ്മാൻ 14 എന്നിവർ സംബന്ധിച്ചു. വിവിധ ട്രേഡ് യൂണിയനിൽ നിന്നും രാജിവെച്ച 100ഓളം വരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ INTUCയിൽ ചേർന്നതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രവർത്തകർ ജില്ലാ കോൺഗ്രസ് ഓഫീസിൽ സ്വീകരണം നൽകി. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ സ്വീകരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. INTUC തൊഴിൽ മേഖലയ്ക്ക് ശക്തി പകരുകയും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന തൊഴിലാളി സംഘടനയാണെന്ന് R ചന്ദ്രശേഖരൻ പറഞ്ഞു. INTUC ശക്തിപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു. സംഘം പോലെ വജ്രം പോലെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു പോകുന്ന ഓരോ സഹോദരങ്ങളെയും ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുക. സ്വാതന്ത്ര്യം കിട്ടുന്ന ഭാരതത്തിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് രാജ്യത്ത് 3,33,00,000 മെമ്പർഷിപ്പുള്ള
ലോകത്ത് തന്നെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാണ് INTUC. INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് CK ശ്രീധരൻ മുഖ്യ പ്രഭാഷണം നടത്തി. സ്വാതന്ത്ര്യ സമരസേനാനി KR കണ്ണൻ, VJ ജോസഫ്, അഡ്വക്കേറ്റ് G സുബോധൻ, PK ഫൈസൽ, KV രാഘവൻ, ഉമേഷ് അണങ്കൂർ, M ഹാരിസ്, ശിവരാമൻ മണിയാണി, ബഷീർ കൊല്ലമ്പാടി തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മഡോണ കോൺവെന്റ് പ്ലാറ്റിനം ജൂബിലി നിറവിൽ. ആഘോഷത്തിന്റെ ഭാഗമായി തായ്ലങ്ങാടി അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ചർച്ചിൽ വിവിധ പരിപാടികൾ നടന്നു. മംഗലാപുരം ബിഷപ്പ് ഡോക്ടർ അലേഷ്യസ് പോൾ ഡിസൂസയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കുർബാന നടന്നത്. Love for God and love for the children whom they form and transform through educational apostolate be of great value to the children and that they may do it for the glory of God. Being grateful to God, let offer this Mass, preparing ourselves, acknowledging our sins and ask the Lord's pardon and forgiveness. ഇടവക വികാരി ഫാദർ നവീൻ പ്രകാശ് ഡിസൂസ, ഫാദർ ബിജു, ഫാദർ ഡൊമിനിക്, ഫാദർ മാണി, ഫാദർ സിബി, ഫാദർ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനം. മഹാകവി പി സ്മാരക ഹാളിലാണ് സമ്മേളനം നടന്നത്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ജില്ലാ സമ്മേളനം വിവിധങ്ങളായ പരിപാടികളോടെ നടന്നു. പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും മഹാകവി പി സ്മാരക ഹാളിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് AK വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ അതിന് സ്രോതസ്സുണ്ടാകണം, സാമ്പത്തിക സ്രോതസ്സുണ്ടാകണം. ആ സാമ്പത്തിക സ്രോതസ് ഒന്ന് കാണുന്നത് അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സമ്പൂർണമായും അംഗങ്ങളെ അംഗത്വത്തിലേക്ക് എടുപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, അതിലും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഉള്ള അംഗങ്ങൾ കൊഴിഞ്ഞു പോകാതെ നിരന്തരമായി പുതുക്കിക്കൊണ്ടിരിക്കുക. അതിന് വിള്ളലുകൾ പലപ്പോഴും സംഭവിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് താഴെ തട്ടിലുള്ള ആളുകളെ കൂട്ടത്തോടെ വിളിച്ച് എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള യോഗങ്ങൾ നടത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പലപ്പോഴും മുരടിച്ചു പോകുന്നത് പല കാരണം കൊണ്ടാണ്. നമുക്കൊക്കെ അറിയാം, 2008 ഇവിടെ ഇൻഷുറൻസ് കമ്പനികളും വാഹന വിതരണ ഏജൻസികളും വിതരണക്കാരും തമ്മിലൊരു കൂട്ടുകെട്ട്, അഭിഹിത കൂട്ടുകെട്ട് ഉണ്ടായിരുന്നു. അതിന് മുൻപ് ഉണ്ടായിരുന്നു. ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രൻ കണ്ണങ്കൈ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി M രാജഗോപാലൻ നായർ, സംസ്ഥാന ട്രഷറർ ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC പീറ്റർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KA ജോസഫ്, ജില്ലാ വൈസ് പ്രസിഡന്റ് പുരുഷോത്തമൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാമചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണൻ, AJ ബാബു, MV അരവിന്ദൻ, TV നാരായണ മാരാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി സുധീർ മേനോൻ സ്വാഗതവും കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ആശാ വർക്കർമാരെ സേവന മികവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരം ജീവനക്കാരായി നിയമിക്കണമെന്ന ആവശ്യം. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് INTUC ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. ആശാ വർക്കർമാരെ സേവന മികവ് പരിഗണിച്ച് അതത് PHCകളിൽ സ്ഥിരം ജീവനക്കാരായി നിയമിക്കണമെന്ന് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് INTUC ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് നടന്ന കൺവെൻഷൻ INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നിലവിലുള്ള ആനുകൂല്യങ്ങൾ, തീരുമാനമെടുത്ത ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ അത് യൂണിയന്റെ അടിസ്ഥാനത്തിൽ ഫൈറ്റ് ചെയ്ത് മേടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. കൂടുതൽ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്യാം. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ യൂണിയനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ യൂണിയൻ നമ്മുടെ ഈ മേഖലയിലുള്ള പാവപ്പെട്ട സ്ത്രീകളടക്കമുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള നിരന്തരമായ സമ്മർദ്ദവും പ്രവർത്തനവും മന്ത്രിതലത്തിലും സംഘടനാ തലത്തിലും നടത്തിക്കൊണ്ടിരിക്കുക. അത് നമുക്കിപ്പോൾ ഉള്ള ഒരു പരാതി ഞാൻ പറഞ്ഞല്ലോ. പരാതി എന്ന് പറയുന്നത് ആ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഗുണം, അതിന്റെ പ്രയോജനം അനുഭവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് അനുഭവപ്പെടുന്നില്ല എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ നമ്മൾ ആവേശകരമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് P സുധാകരൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണവേണി ശർമ്മ, KV രാഘവൻ, ഷൈജ ബേബി, കുഞ്ഞിക്കണ്ണൻ, പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു.
സർക്കാർ ബസ്സുകളെ നിലനിർത്താൻ ജീവനക്കാരും സജീവമായി. സേവ് KSRTCയിൽ ക്യാമ്പയിൻ ജില്ലയ്ക്കകത്തും ശക്തമാക്കാനാണ് ജീവനക്കാരുടെയും സംഘടനകളുടെയും തീരുമാനം. സർക്കാർ ബസ്സുകളെ യാത്രക്കാർ കൈവെടിയുന്ന സാഹചര്യം പതുക്കെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ജീവനക്കാർ തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. KSRTC ബസ്സുകൾ പതിവായി നഷ്ടത്തിലാകുന്നത് ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു. നീലേശ്വരത്ത് KSRTCയെ CITUവിന്റെ നേതൃത്വത്തിലാണ് സേവ് KSRTC ക്യാമ്പയിൻ നടത്തിയത്. K പ്രകാശൻ, T മോഹനൻ, NV ഗോപാലകൃഷ്ണൻ, VK ബാബുരാജ്, K മണി എന്നിവർ നേതൃത്വം നൽകി. KSRTCയുടെ ദിനം പ്രതിയുള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ യൂണിയന്റെ സജീവ പ്രവർത്തകരായ മുഴുവൻ ആൾക്കാരെയും ഡ്യൂട്ടി ഓഫില്ല ദിവസം പ്രധാന പോയിന്റുകളിൽ നിർത്തി KSRTCയിലെ ജനങ്ങളെ വിളിച്ചിരുന്ന ഒരു പരിപാടി സ്റ്റേറ്റ് തലത്തിൽ തന്നെ ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ നീലേശ്വരം ബസ് സ്റ്റാൻഡിലും നമ്മൾ ഇറങ്ങിയത്. മൂവാരി മുഗാരി സമുദായ സംഘം കൊടക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലിക്കോട് പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി. സമുദായ ശ്മശാനത്തിന് അനുമതി നിഷേധിക്കുന്ന ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു സമുദായ സംഘത്തിന്റെ സമരം. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് PV രാധാകൃഷ്ണൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. നമ്മള് ഈ സംസ്ഥാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ഇതിന് സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ അവിടെ ഒരു പൊതു സംസ്ഥാനമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഈ സമുദായ സംസ്ഥാനത്തെ എതിർത്തത്. നമുക്ക് പൊതു സംസ്ഥാനത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. അവിടെ നീളത്താൻപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പൊതു സംസ്ഥാനമുണ്ട്. ഈ സംസ്ഥാനത്ത് യഥാർത്ഥത്തിൽ ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഇല്ലാതെയാണ് അവിടെ പൊതു സംസ്ഥാനം നടത്തുന്നത്. ഇവിടെ ഈ പഞ്ചായത്തിൽ എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. അതിൽ ഒന്നിനും നേരെ ലൈസൻസ് ഇല്ല. അതിലൊന്നും കണ്ണു ചിമ്മിയൊക്കെയാണ്. മൂവാരി സമുദായത്തിന്റെ ആളുകൾ മാത്രം ഒരു സമുദായ സംസ്ഥാനം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അതിനെതിരായിട്ട് വാളോങ്ങി നിന്നുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ഞങ്ങൾ ഇത് കുറെ കാലങ്ങളായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും മൂവാരി സമുദായത്തെ തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ആനുകൂല്യങ്ങളിൽ നമ്മൾ തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നും ഇന്നും തഴഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പല കാരണങ്ങൾ വെച്ചുകൊണ്ട്, ഒരു കഴമ്പില്ലാത്ത കാരണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാധാകൃഷ്ണൻ ചെങ്ങളം, മോഹനൻ പുലിക്കോടൻ, VV അമ്പു, ഉദനൂർ സുകുമാരൻ, TL ദാമോദരൻ നമ്പൂതിരി, C ഹരിദാസ്, KV ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ബദിയടുക്ക നിസ്രത്തുൽ ഇസ്ലാം യുവജന സംഘം 10ാം വാർഷികാഘോഷം 17-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 17-ന് ഉച്ചയ്ക്ക് വിവിധ മദ്രസകളിലെ വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന കലാമത്സരം അരങ്ങേറും. സംഘടനയുടെ 10ാം വാർഷിക പരിപാടി പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സുബൈർ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തും. 18-ന് സയ്യിദ് അബ്ദുൽ ലത്തീഫ് ഹുസൈനി ഉദ്ഘാടനം ചെയ്യുന്ന മതപ്രഭാഷണം EP അബൂബക്കർ അൽഗാസിമി പത്തനാപുരം മുഖ്യപ്രഭാഷണം നടത്തും. 19-ന് നടക്കുന്ന മതപ്രഭാഷണ പരിപാടിയിൽ വഹാബ് നഈമി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തും. 21-ന് സമാപന ദിവസം സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽബുഖാരിയും കൂട്ടപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. 17 മുതൽ 21 വരെ ഇതിന്റെ 10ാം വാർഷിക പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രചരണ വാഹന ജാഥ 15, 16 തീയതികളിൽ നടക്കുകയാണ്. അതോടൊപ്പം ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 21-ാം തീയതി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ഈ കമ്മിറ്റിയുടെ മറ്റൊരു പ്രത്യേകത, ഇത് ശരിക്കും യുവാക്കൾ മാത്രം അണിനിരന്നുകൊണ്ട്, ഇവിടെ ഒരിക്കലും ഇതിൻ്റെ ആൾക്കാർ, ഞങ്ങളുടെ ഏജിനേക്കാൾ താഴെ നിൽക്കുന്ന ആൾക്കാർ ഇതിനെ 10 വർഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വാർത്താ സമ്മേളനത്തിൽ അൻവർ ഓസോൺ, റഫീഖ് കാർവാർ, സലീം സാറ, റഫീഖ് ഡിംപിൾ, ഷെരീഫ് കോട്ടൂർ, റഫീഖ് BM, മുസാഫിർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഫെയർ ട്രേഡ് അലയൻസ് കേരള സംഘടിപ്പിക്കുന്ന വിത്ത് സ്വരാജ് യാത്രയ്ക്ക് തുടക്കമായി. ജനുവരി 23-ന് കേളകം ഉജ്ജയിനി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വിത്തുത്സവത്തിന്റെ ഭാഗമായാണ് വിത്ത് സ്വരാജ് യാത്ര സംഘടിപ്പിക്കുന്നത്.
ഫയർ ട്രേഡ് അലയൻസ് കേരളയുടെ നേതൃത്വത്തിൽ ജനുവരി 23 മുതൽ 27 വരെ തീയതികളിൽ കേളകം ഉജ്ജയിനി ഓഡിറ്റോറിയത്തിലാണ് വിത്തുത്സവം സംഘടിപ്പിക്കുന്നത്. വിത്തുത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിത്ത് സ്വരാജ് യാത്ര കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് പര്യടനം നടത്തുന്നത്. കാഞ്ഞങ്ങാട് നിന്നും ആരംഭിച്ച വിത്ത് സ്വരാജ് യാത്ര കർണാടക രാജറീത്ത് സംഘം പ്രസിഡന്റ് ചുക്കി നഞ്ചുണ്ടസ്വാമി ഉദ്ഘാടനം ചെയ്തു. I've been looking at you since I came here with lot of respect because you all look to me as reconstructors. You're all in the whole movement of reconstructing what capitalism has destroyed over the last 40 years. Green revolution technology was introduced to the farming community of not only India but to many parts of the world in the 60s with the hope that farmers will become better, will economically do well. But what we have seen in the last 40 years has not just farmers are getting into crisis, but the whole agriculture itself is getting into crisis. And that is the result we have been seeing. The government statistics is telling us that more than 270,000 farmers in this country have committed suicide over the last 10 years. And these are the registered deaths. ഡോക്ടർ അംബിക സുധൻ മാങ്ങാട് മുഖ്യാതിഥിയായി. ജൈവകൃഷി പുസ്തക പ്രകാശനം ഫാദർ ജോയി കൊച്ചുപറയ്ക്കൽ നിർവഹിച്ചു. അഡ്വക്കേറ്റ് ടി വി രാജേന്ദ്രൻ, അപ്പൂഞ്ഞി, പ്രൊഫസർ കെ ഗോപാലൻ, പി കെ ലാൽ, സണ്ണി പൈക്കട, എം കെ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. സജി പുളിക്കൽ സ്വാഗതവും തോമസ് കളപ്പുര നന്ദിയും പറഞ്ഞു. ജില്ലാ ശരീര സൗന്ദര്യ മത്സരം അമ്പലത്തറയിൽ നടന്നു. ഹനുമാൻ ജിംനേഷ്യം ജേതാക്കൾ. ജില്ലാ ശരീര സൗന്ദര്യ മത്സരത്തിൽ ഹനുമാൻ ജിംനേഷ്യം 646 പോയിന്റ് നേടി ജേതാക്കളായി. കാസർഗോഡ് ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ ഫിറ്റ്നസ് പ്ലാന്റ് ജിംനേഷ്യം അമ്പലത്തറയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. ലൈഫ് ലൈൻ ഹെൽത്ത് ക്ലബ് മൂലക്കണ്ടം 2ാം സ്ഥാനവും നേടി. മിസ്റ്റർ കാസർഗോഡായി ഹനുമാൻ ജിംനേഷ്യത്തിലെ ലിഗേഷും സബ് ജൂനിയർ വിഭാഗത്തിൽ ജൂനിയർ മാസ്റ്റർ കാസർഗോഡായി ദിലീപിനെയും തെരഞ്ഞെടുത്തു. സബ് ജൂനിയർ മിസ്റ്റർ കാസർഗോഡായി ജിഷ്ണുവിനെയും തെരഞ്ഞെടുത്തു. അമ്പലത്തറയിൽ നടന്ന മത്സരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ മുൻ വൈസ് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. ഹോസ്റ്റർ സർക്കിൾ ഇൻസ്പെക്ടർ ടി പി സുമേഷ്, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എം അച്യുതൻ, ടി കെ ഖാലിദ് പാറപ്പള്ളി, എ വി നാരായണൻ, കെ കുഞ്ഞിക്കണ്ണൻ, മജീദ് അമ്പലത്തറ, മുൻ മിസ്റ്റർ ഇന്ത്യ എം കെ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ എം തുളസീധരൻ അധ്യക്ഷനായി. ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ സെക്രട്ടറി പ്രൊഫസർ പി രഘുനാഥ് സ്വാഗതവും എൻ മനോജ് നന്ദിയും പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ വി വി രമേശൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മനുഷ്യ സമൂഹത്തെ ഒരുമിപ്പിക്കുന്ന ദർശനമാണ് ഗുരുവിന്റേതെന്ന് ചെങ്ങന്നൂർ ശ്രീനാരായണ വിശ്വധർമ്മ മഠാധിപതി ശിവാനന്ദ പറഞ്ഞു. കാരിയിൽ SNDP യോഗത്തിന്റെ കുടുംബസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവകാരുണ്യത്താലാണ് നാം വിദ്യാസമ്പന്നരായത് എന്ന് ഓർക്കുക. കാരണം മഹാത്മജി നാരായണ ഗുരുവിനെ കാണാൻ വരുമ്പോൾ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോൾ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ജാതി ഉള്ളത് നല്ലതല്ലേ എന്ന് നാരായണ ഗുരുവിനോട് ചോദിക്കുകയാണ്. തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ജാതി നിലനിൽക്കുന്നത് നല്ലതല്ലേ? ഗുരു പറഞ്ഞല്ല. ഉടനെ മഹാത്മജി ചോദിക്കുന്നു, എന്തുകൊണ്ട്? കുലത്തൊഴിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആ തൊഴിൽ ഏറ്റവും മനോഹരമായി ചെയ്യാൻ കഴിയുമല്ലോ എന്ന് ഗാന്ധിജി നാരായണ ഗുരുവിനോട് പറയുമ്പോൾ നാരായണ ഗുരു അവിടെ ഗാന്ധിജിക്ക് ഗുരുവായി മാറി. പരമ്പരാഗതമായ കുലത്തൊഴിലുകൾ എടുത്തൊന്ന് പരിശോധിച്ചു നോക്കൂ. ആ കുലത്തിൽ ഇപ്പോൾ എത്ര നല്ല തൊഴിൽ ചെയ്യുന്നവരുണ്ട് എന്നതിനെ അങ്ങോട്ട് ചോദിച്ചു. ഉദാഹരണത്തിന് കല്ലില്, മരത്തില്, സ്വർണത്തില്, അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പരമ്പരാഗത തൊഴിലാളികൾ മാറി പുതിയ ആളുകൾ ആ തൊഴിൽ മേഖലകളിലേക്ക് കടന്നു വന്നപ്പോൾ തൊഴിൽ ഏറ്റവും മെച്ചപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കിപ്പോൾ ബോധ്യമുള്ള കാര്യമാണ്. SNDP യോഗം കൗൺസിലർ KK ധനേന്ദ്രൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളം ഭരിച്ചത് ഇടതും വലതുമായ പ്രസ്ഥാനങ്ങളാണ്. ഈ പ്രസ്ഥാനങ്ങളിൽ ആരും തന്നെ പിന്നോക്ക ജനവിഭാഗങ്ങളായ ശ്രീനാരായണ
ധർമ്മത്തിൽ വിശ്വസിക്കുന്ന നമ്മളെ ഒരു പടിയെ പിടിച്ചുയർത്തുവാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടില്ല, ആ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. അത് ഒരു പാർട്ടിയെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, എല്ലാ പാർട്ടിക്കും അതിന്റെ തുല്യ അവകാശമുണ്ട്. നമ്മളെ എപ്പോഴും പിൻതള്ളിക്കൊണ്ട് മാത്രമാണ് പോകുന്നത്. സംസ്ഥാന സമിതി ചെയർമാൻ ചാപ്പയിൽ രാമൻ അധ്യക്ഷത വഹിച്ചു. സ്വാമി പ്രേമാനന്ദ ക്ലാസ് എടുത്തു. ജയരാജ് തുരുത്തി, പി ദേവരാജൻ, കെ കുഞ്ഞമ്പു, സൗദാ മോഹനൻ, ജയശ്രീ മുരളി, ടി വി കൃഷ്ണൻ, സി ചിത്രകാരൻ, എൻ വി പത്മനാഭൻ, എം ശിശുപാലൻ, സി എം സുനിൽകുമാർ, പി ജോഷി എന്നിവർ സംസാരിച്ചു. പി സുധൻ സ്വാഗതവും കെ പി സതീഷ് ബാബു നന്ദിയും പറഞ്ഞു. പഠന ക്ലാസ്സിൽ SNDP യോഗം തൃക്കരിപ്പൂർ യൂണിയൻ സെക്രട്ടറി ഉദിനൂർ സുകുമാരൻ SNDP യോഗവും മൈക്രോ ഫിനാൻസ് പദ്ധതിയും എന്ന വിഷയം അവതരിപ്പിച്ചു. തൃക്കരിപ്പൂർ യൂണിയൻ പ്രസിഡന്റ് എ സുകുമാരൻ, ടി പി നാരായണി, കെ വി കാർത്തികേയൻ, സിന്ധു എന്നിവർ സംസാരിച്ചു. കണ്ണങ്കൈ കുഞ്ഞിരാമൻ, വി കുഞ്ഞമ്പാടി, ടി രവീന്ദ്രൻ, അനുഗ്രഹ വി കുമാർ എന്നിവരെ സമാപന സമ്മേളനത്തിൽ ആദരിച്ചു. തൃക്കരിപ്പൂർ യൂണിയൻ കൌൺസിലർ പി സി വിശ്വംഭരൻ പണിക്കർ ഉപഹാരം സമ്മാനിച്ചു. മടിയൻകൂലം പാട്ടുത്സവത്തിന് തുടക്കമായി. തെയ്യങ്ങൾ മടിയൻകൂലോത്ത് പ്രവേശിച്ചു. ഐതിഹ്യ സമ്പന്നമായ മടിയൻകൂലം ക്ഷേത്രപാല ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന്റെ രണ്ടാം ദിനമായ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് അടോട്ട് മൂത്തേടത്ത് കുതിരിൽ നിന്നുള്ള കാഴ്ചാവരവ് നടന്നു. നേരോത്ത് ശ്രീ പെരട്ടൂർ കൂലം, മുളവന്നൂർ ശ്രീ ഭഗവതി ക്ഷേത്രം, ശ്രീ കല്യാൽമുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള തെയ്യം വരവ് ഭക്തിയുടെ നിറവിൽ നടന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് മാണിക്കോത്ത് ശ്രീ പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള തെയ്യം വരവും നടക്കും. മധുരമ്പാടി മുത്തപ്പൻ മടപ്പുരയിൽ പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ടം ഉത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. മധുരമ്പാടി മുത്തപ്പൻ മടപ്പുരയിൽ പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട ഉത്സവം 2015 മാർച്ച് 16, 17, 18 തീയതികളിൽ നടക്കും. തിരുവപ്പന വെള്ളാട്ട ഉത്സവത്തിനായി ഒരുക്കങ്ങൾ തുടങ്ങി. നാട്ടുകാർ ആഘോഷ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന മുത്തപ്പൻ ദേവന്റെ ചൈതന്യം കുടികൊള്ളുന്ന മുത്തപ്പൻ മടപ്പുരയിലെ ഈ വർഷത്തെ തിരുവപ്പന ഉത്സവം വൻ വിജയമാക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ. ആദ്യ ഫണ്ട് മുഖ്യരക്ഷാധികാരി ശ്രീരാമൻ മധുരമ്പാടി തായരിൽ നിന്നും ആഘോഷ കമ്മിറ്റി ചെയർമാൻ എ ദാമോദരൻ ഏറ്റുവാങ്ങി. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ബിനു പി വി, പി ദാമോദരൻ, രഘുനാഥൻ, കൃഷ്ണൻ തായത്ത്, പി മനോജ് കുമാർ, ബാലകൃഷ്ണൻ നായർ, സുധീർ ബാബു, ടി സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ 40ാം വാർഷിക മഹാസമ്മേളനം 15-ന് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ആശാവർക്കർമാരെ സേവന മികവിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ജീവനക്കാരായി കണക്കാക്കണമെന്ന കേരള പ്രദേശ് ആശാവർക്കേഴ്സ് ജില്ലാ കൺവെൻഷൻ. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. കണ്ണൂർ കേളകത്തെ വിത്തുത്സവം. വിത്തുസ്വരാജ് യാത്ര കാഞ്ഞങ്ങാട്ട് നിന്നും പുറപ്പെട്ടു. ജില്ലാ ശരീര സൗന്ദര്യ മത്സരം ഹനുമാൻ ജിംനേഷ്യം ജേതാക്കൾ. മധുരമ്പാടി മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ടത്തിനൊരുങ്ങി. ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.